ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൈഷൂസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഏത്തപ്പഴം വെച്ചൊരു പ്രഥമനാണ്. നമ്മളിത് പശുവും പാലിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രഥമനാണിത്. ഇത് നല്ല ടേസ്റ്റുമാണ് കുടിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. നല്ല പഴുത്ത 6 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പഴം വേണം എടുക്കാൻ, എങ്കിലാണ് നല്ല ടേസ്റ്റ് നമ്മുടെ പ്രഥമന് കിട്ടുന്നത്. ഞാനിവിടെ 6 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഇവിടെ 1 കപ്പ് പൊടിച്ച ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് 280 ml കപ്പിന് 1 കപ്പ് പൊടിച്ച ശർക്കരയാണ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന പഴം നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ നല്ല മധുരം ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ചവ്വരി 1 കപ്പ് വെള്ളത്തിലൊന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണിത്. നമ്മൾ ഈ ഏത്തപ്പഴം വെച്ചിട്ടുള്ള പ്രഥമൻ ഉണ്ടാക്കുന്നത് പശുവും പാലിലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3 കപ്പ് പാല് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. വെച്ചിട്ട് ഈ പ്രഥമൻ ഉണ്ടാക്കുകയാണെങ്കിൽ പിരിഞ്ഞൊന്നും പോകത്തില്ല. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വേണം. ഒരു 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും വേണം, നെയ്യും വേണം. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഏത്തപ്പഴം പ്രഥമൻ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതാ ഇതുപോലെ 4ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിതാ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് റൗണ്ടിന് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പഴമെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ അകത്തുള്ള കുരു ഒന്നും മാറ്റിയിട്ടില്ല. കുരുവോട് കൂടിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ശർക്കരപ്പാനിയുടെ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്ക് പ്രഥമൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. പാത്രം ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇവിടെ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ തേങ്ങാക്കൊത്തും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ പ്രഥമൻ ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ തേങ്ങാക്കൊത്തൊന്നും നിറം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഈ അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. ഇനി നമുക്കിത് നെയ്യിൽ നിന്നും കോരി മാറ്റാം. നമുക്ക് ഇതേ നെയ്യിൽ തന്നെ ഈ അരിഞ്ഞെടുത്തിട്ടുള്ള പഴവും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ നെയ്യിൽ ഈ പഴം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ നെയ്യിൽ എത്രത്തോളം ഈ പഴം വഴറ്റിയെടുക്കുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ പ്രഥമന് കിട്ടുന്നത്. ഞാൻ ഇവിടെ നെയ്യിൽ നല്ലതുപോലെ പഴം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഞാനിത് മിക്സിയിലൊന്നും അടിച്ചെടുക്കുന്നില്ല. നിങ്ങൾക്ക് കുടിക്കുന്ന സമയത്ത് ഒട്ടും ഈ പഴത്തിൻ്റെ കഷ്ണങ്ങൾ കടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. ഞാനിതിപ്പം മിക്സിയിലൊന്നും അടിച്ചെടുക്കുന്നില്ല. ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചവ്വരി 1 കപ്പ് വെള്ളത്തിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പഴവും ചവ്വരിയൊക്കെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ചവ്വരി നല്ലതുപോലെ വെന്തതിന് ശേഷം മാത്രമേ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ചവ്വരിയൊന്നും വെന്ത് കിട്ടില്ല. ശർക്കരപ്പാനിയൊക്കെ ഒന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പശുവിൻ പാലിൽ പ്രഥമൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ അത് പിരിഞ്ഞൊന്ന് പോകുമെന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. അപ്പോൾ ഇനി നമുക്ക് തേങ്ങാപ്പാലില്ലെങ്കിലും പശുവിൻ പാലിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഏത്തപ്പഴ പ്രഥമൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 10-15 മിനിറ്റ് മതിയാകും ഈ പ്രഥമൻ റെഡിയാക്കാനായിട്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പഴം നല്ല പഴുത്ത മധുരമുള്ള പഴമാണ്. അതുപോലെ ഞാനിവിടെ 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഇത്രയും മധുരം മതി. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ള നിറത്തിലുള്ള ശർക്കരയാണ്. അതുകൊണ്ടാണ് ഈ പ്രഥമനും ഇതേപോലെ വെള്ള കളറിലിരിക്കുന്നത്. നമ്മുടെ പ്രഥമൻ ഇതാ നല്ലതുപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം.
നമ്മൾ ഈ നല്ല പഴുത്ത പഴത്തിൽ ഈ പ്രഥമൻ ഉണ്ടാക്കുമ്പോൾ നല്ല ഒരു മണമാണ് കേട്ടോ. നമ്മുടെ പാലും ഏലക്ക പൊടിയൊക്കെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഈ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതിൽ ചവ്വരിയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഇരിക്കും തോറും ഒന്ന് കുറുകി വരും. അപ്പോൾ ഈ രീതിയിൽ ഞാനങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.